നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും LDC മെയിൻസിൻ്റെയും സിലബസിലുള്ളൊരു ടോപ്പിക്കാണ് സ്പോർട്സ്. സ്പോർട്സിൽ പ്രശസ്ത കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ കോഡിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കോഡുകളാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് കോഡുകളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് മാഗ്നസ് കാൾസൺ എന്താണ് ഇനം? ചെസ്സാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? നോർവേ. അദ്ദേഹം നോർവേക്കാരനാണ്. ചെസ്സാണ് അദ്ദേഹത്തിൻ്റെ ഇനം. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം? മാഗ്ന കാർട്ട മിസ്സായി കണ്ടുപിടിക്കാൻ നോ വേ. ഇതിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടും. മാഗ്ന കാർട്ട, മാഗ്നസ് കാൾസൺ. മിസ് എന്നുള്ളത് ചെസ്സിലേക്ക് കണക്ട് ചെയ്യുക. മിസ്സായി ചെസ്സിലേക്ക് കണക്ട് ചെയ്യുക. കണ്ടുപിടിക്കാൻ നോ വേ എന്നുള്ളത് നോർവേ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ മാഗ്ന കാർട്ട മിസ്സായി കണ്ടുപിടിക്കാൻ നോ വേ. മാഗ്നസ് കാൾസൺ ചെസ്, രാജ്യം നോർവേ. ഓക്കെ, അടുത്തത് ഡോൺ ബ്രാഡ്മാൻ. ഓസ്ട്രേലിയയാണ്, ക്രിക്കറ്റ് താരമാണ്. ഡോൺ ബ്രാഡ്മാൻ ഓസ്ട്രേലിയൻ രാജ്യക്കാരനാണ്, പിന്നെ ക്രിക്കറ്റ് താരമാണ്. എങ്ങനെ നമുക്ക് കോഡിടാം? ബാറ്റ്സ്മാൻ ഉള്ളത് ക്രിക്കറ്റിലാണ്. ബാറ്റ്സ്മാൻ ഉള്ളത് എവിടെയാണ്? ക്രിക്കറ്റിലാണ്. അപ്പോൾ ബാറ്റ്സ്മാൻ എന്നുള്ളത് ബ്രാഡ്മാനിലേക്ക് കണക്ട് ചെയ്യുക. ക്രിക്കറ്റ് താരമാണ്. ഓക്കെ, അടുത്തത് എലേന ഇസിൻബയേവ. റഷ്യക്കാരിയാണ്, പോൾ വാൾട്ട് ആണ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് എലേന ഇസിൻബയേവയുടെ കായിക ഇനം ഏത്? പോൾ വാൾട്ട്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? പോളുമായി ഇഷ്ടത്തിലായിരുന്നു ബയേവ. പോൾ വാൾട്ട് ഇഷ്ടത്തിലായിരുന്നു ബയേവ. എലേന ഇസൻബയേവ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് LDC മെയിൻസ് എക്സാമിനാവട്ടെ, ഡിഗ്രി ലെവൽ പ്രിലിംസിനാവട്ടെ, +2 മെയിൻസിനാവട്ടെ, ഏതൊരു എക്സാമിനായാലും നമ്മുടെ സിലബസ് അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. PSC ചലഞ്ചർ ഒരു ടോപ്പായിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ആപ്പാണ്. ഗെയിംസ് എന്ന് പറയുമ്പോൾ PSC ചോദ്യങ്ങളാണ്. നമുക്ക് നമ്മുടെ എതിരാളികളുമായിട്ട് ചലഞ്ചസിൽ ഏർപ്പെടാം, ലൈവായിട്ട് ചലഞ്ചസിൽ ഏർപ്പെടാം. ഒരു ഗെയിം പോലെ തന്നെ നമുക്ക് കളിച്ച് PSC ചോദ്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ആപ്പാണ് PSC ചലഞ്ചർ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം. അടുത്ത താരത്തെ നോക്കാം. ടൈഗർ വുഡ്സ് USA കാരനാണ്, ഗോൾഫാണ്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഗൾഫിൽ ടൈഗർ ഉണ്ട്. അപ്പൊ ഗൾഫ് എന്നുള്ളത് ഗോൾഫിലേക്ക് എടുക്കുക. ടൈഗർ വുഡ്സ്. ഓക്കെ, ഗൾഫിൽ ടൈഗർ ഉണ്ട്. അടുത്തത് മൈക്കിൾ ജോർദാൻ, USA ബാസ്കറ്റ്ബോൾ. USA ബാസ്കറ്റ്ബോൾ താരമാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? മൈക്കിളിന്റെ ചോറ് ബാസ്കറ്റിലുണ്ട്. മൈക്കിൾ ജോർദാൻ ബാസ്കറ്റ്ബോൾ. ഓക്കെ, അടുത്തത് മൈക്കൽ ഫെൽപ്സ്, USA നീന്തൽ താരമാണ്. മൈക്കിളിന് നീന്താൻ ഹെൽപ്പ് വേണം. മൈക്കൽ ഫെൽപ്സ്, അപ്പോൾ ഹെൽപ്പിലേക്ക് കണക്ട് ചെയ്യുക. മൈക്കിളിന് നീന്താൻ എന്ത് വേണം? ഹെൽപ്പ് വേണം. മൈക്കൽ ഫെൽപ്സ് USA നീന്തൽ താരം. അടുത്തത് മുഹമ്മദ് അലി നിങ്ങൾക്ക് അറിയാം, ബോക്സിംഗ് താരമാണെന്നറിയാം. USA കാരനാണെന്നും കൂടി ഓർക്കുക. മുഹമ്മദ് അലി ബോക്സിംഗ് താരമാണ്, USA കാരനാണെന്നും കൂടി ഓർക്കുക. അടുത്തത് സെർജി ബൂബ്ക പോൾ വാൾട്ട് ആണ്. നമ്മൾ നേരത്തെ എലേന ഇസിൻബയേവ പറഞ്ഞില്ലേ, പോൾ വാൾട്ട്. അതുപോലെ തന്നെ സെർജി ബൂബ്ക ഉക്രൈൻ താരമാണ്, പോൾ വാൾട്ട്. എങ്ങനെ കണക്ട് ചെയ്യാം? പോളിന് സർജറി ആയിരുന്നു. പോൾ വാൾട്ട്. സെർജിയിലേക്ക് കണക്ട് ചെയ്യുക. പോളിന് സർജറി ആയിരുന്നു. ഓക്കെ, ഇത്രയും കോഴ്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കോഴ്സ് നോക്കാം. അടുത്ത കായിക താരമാണ് വാലന്റീനോ റോസി. ബൈക്ക് റേസിംഗ് ആണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? വാലന്റൈൻ ഡേക്ക് റോസിയുമായി ബൈക്കിൽ പോയി. വാലന്റീനോ റോസി ബൈക്ക് റേസിംഗ്. അവിടെ നിന്ന് തന്നെ കണക്ട് ആയി. ഓക്കെ, അടുത്തത് പങ്കജ് അദ്വാനി, ഇന്ത്യ ബില്ലിയാർഡ്സ് ആണ്. അധ്വാനിച്ചാൽ ബില്ലടയ്ക്കാം. പങ്കജ് അദ്വാനി, ബില്ലടയ്ക്കാം ബില്ലിയാർഡ്സ്. ഓക്കെ, അടുത്തത് ദീപ കർമാർക്കർ, ഇന്ത്യ ജിംനാസ്റ്റിക്സ്.
ദീപ കർമാർക്കർ, ഇന്ത്യൻ ആണ്. ജിംനാസ്റ്റിക്സ്. ജിമ്മിൽ പോയത് കൊണ്ട് ദീപയ്ക്ക് മാർക്ക് കുറഞ്ഞു. ജിമ്മിൽ പോകുന്നത് കൊണ്ട് ദീപയ്ക്ക് എന്ത് കുറഞ്ഞു? മാർക്ക് കുറഞ്ഞു. ജിം എന്നുള്ളത് ജിംനാസ്റ്റിക്സ് കണക്ട് ചെയ്യുക. ദീപയ്ക്ക് മാർക്ക്, ദീപ കർമാർക്കർ. ഓക്കെ. അടുത്തത് ധ്യാൻ ചന്ദ്, ഇന്ത്യൻ ആണ്. ഹോക്കി താരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഹോക്കി മാന്ത്രികനാണ് ധ്യാൻ ചന്ദ്. ധ്യാൻ ചന്ദിന്റെ ബർത്ത്ഡേ ആയ ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അതൊക്കെ അറിയാം. അപ്പം പൊതുവായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ധ്യാൻ ചന്ദ് ഹോക്കി. വിശ്വനാഥൻ ആനന്ദ്, ഇന്ത്യ, ചെസ്. അത് നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അറിയാവുന്നതാണ്. വിശ്വനാഥൻ ആനന്ദ്, ഇന്ത്യ, ചെസ്. ഓക്കെ. അപ്പോൾ ഇത്രയും താരങ്ങളെ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കുറച്ച് താരങ്ങളെ കൂടെ നോക്കാം. അടുത്ത കായിക താരമാണ് അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര, ഇന്ത്യ, ഷൂട്ടിംഗ്. ഒരാളെയും കൂടെ പറയാം, ജിത്തു റായ്, ഇന്ത്യ, ഷൂട്ടിംഗ്. ഇവർ രണ്ടുപേരും ഷൂട്ടിംഗ് താരങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം. അഭിനയിക്കുന്നത് കൊണ്ട് ബിന്ദുവും ജിത്തുവും ഷൂട്ടിങ്ങിന് പോയി. അഭിനയിക്കുന്നത് കൊണ്ട് ബിന്ദുവും ജിത്തുവും എവിടെ പോയി? ഷൂട്ടിങ്ങിന് പോയി. അതിൽ തന്നെ എല്ലാം ഉണ്ട്. അഭിനയിക്കുന്നത് കൊണ്ട് ബിന്ദു, അഭിനവ് ബിന്ദ്ര. ജിത്തു, ജിത്തു റായ് എവിടെ പോയി? ഷൂട്ടിങ്ങിന്. ഷൂട്ടിംഗ് താരങ്ങൾ. ഓക്കെ. അടുത്തത് സൈന നെഹ്വാൾ, പി വി സിന്ധു, പുല്ലേല ഗോപിചന്ദ്. സൈന നെഹ്വാൾ, പി വി സിന്ധു, പുല്ലേല ഗോപിചന്ദ്. ഇവർ 3 പേരും ഇന്ത്യൻസ് ആണ്. ബാഡ്മിൻ്റൺ താരങ്ങളാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? സിന്ധു ബാറ്റ് കൊണ്ട് സൈനയുടെ പല്ലിലിട്ട് അടിച്ചു. സിന്ധു ബാറ്റ് കൊണ്ട് സൈനയുടെ പല്ലിലിട്ട് അടിച്ചു. സിന്ധു, പി വി സിന്ധു, ബാറ്റ് കൊണ്ട് ബാഡ്മിൻ്റൺ. സൈനയുടെ, സൈന നെഹ്വാൾ, പല്ലിലിട്ട് പുല്ലേല. പുല്ലേല എന്നുള്ളത് പല്ലിലിട്ട് എന്ന് കൊടുത്താൽ മതി. പല്ലിലിട്ട് അടിച്ചു. പുല്ലേല ഗോപിചന്ദ്. ഓക്കെ. അടുത്ത കുറച്ച് താരങ്ങളെ നോക്കാം. ലാൻസ് ആംസ്ട്രോങ്. ലാൻസ് ആംസ്ട്രോങ് USA കാരനാണ്. സൈക്ലിംഗ് താരമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കണക്ട് ചെയ്യാം? സൈക്കിളിൽ സ്ട്രോങ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ അറിയാം. സൈക്കിളിൽ സ്ട്രോങ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ അറിയാം. സൈക്കിൾ എന്നുള്ളത് സൈക്ലിംഗ് എന്ന് കണക്ട് ചെയ്യാം. സ്ട്രോങ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ ആങ്സ്ട്രോം, ലാൻസ് ആങ്സ്ട്രോം. ലാൻസ് ആങ്സ്ട്രോം, സ്ട്രോങ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ അറിയാം. ഓക്കെ. അപ്പോൾ അവിടെ സൈക്ലിംഗ് ആണെന്ന് കിട്ടി, ആങ്സ്ട്രോം ആണെന്ന് കിട്ടി, ലാൻഡ് എന്നുള്ളതെടുത്ത് ലാൻസും കണക്ട് ചെയ്തു. ഓക്കെ. അടുത്തത് ബെൻ ജോൺസൺ, ഉസൈൻ ബോൾട്ട്, കാൾ ലൂയിസ്, ഓസ്കാർ പിസ്റ്റോറിയസ്. അപ്പോൾ ഇവർ 4 പേരും അത്ലറ്റുകളാണ്. അപ്പോൾ 4 പേരെയും നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ രാജ്യങ്ങളിൽ ഉസൈൻ ബോൾട്ടിൻ്റെ രാജ്യം ഓർത്തു വെക്കുക, ജമൈക്ക. ഓക്കെ. ബാക്കിയുള്ളവരുടെ രാജ്യങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എങ്ങനെ കണക്ട് ചെയ്യാം? ബോൾ ലൂസ് ആയതുകൊണ്ട് ജോൺസൺ അത്ലറ്റിന് ഓസ്കാർ നഷ്ടപ്പെട്ടു. ബോൾ ലൂസ് ആയതുകൊണ്ട് ജോൺസൺ അത്ലറ്റിന് എന്ത് നഷ്ടപ്പെട്ടു? ഓസ്കാർ നഷ്ടപ്പെട്ടു. ബോൾ എന്നത് ഉസൈൻ ബോൾട്ട്, ലൂസ് എന്നുള്ളത് കാൾ ലൂയിസ്, ജോൺസൺ ബെൻ ജോൺസൺ. അത്ലറ്റ് എന്നുള്ളത് ഇവർ അത്ലറ്റ്സ് ആണ്. ഓസ്കാർ പിസ്റ്റോറിയസ്, ഓസ്കാർ. അപ്പോൾ ബോൾ ലൂസ് ആയതുകൊണ്ട് ജോൺസൺ അത്ലറ്റിന് ഓസ്കാർ നഷ്ടപ്പെട്ടു. ഓക്കെ. അടുത്തത് സെബാസ്റ്റ്യൻ വൈറ്റൽ, മൈക്കൽ ഷൂമാർക്കർ, ലൂയിസ് ഹാമിൽട്ടൺ. സെബാസ്റ്റ്യൻ വൈറ്റൽ, മൈക്കൽ ഷൂമാർക്കർ, ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടൺ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലൂയിസ് ഹാമിൽട്ടൺ ഫോർമുല 1 കാറോട്ടമാണ്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ലൂയിസ് ഹാമിൽട്ടൺ ഫോർമുല 1 കാറോട്ടമാണ്. ബ്രിട്ടൻ, ഹാമിൽട്ടൺ ബ്രിട്ടൻ, അദ്ദേഹത്തിൻ്റെ രാജ്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇവരെ രണ്ടുപേരെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? സെബാസ്റ്റ്യൻ്റെ ഷൂ കാറിലുണ്ട്. ഫോർമുല 1 കാറോട്ടമല്ലേ? അപ്പോൾ സെബാസ്റ്റ്യൻ്റെ ഷൂ എവിടെയുണ്ട്? കാറിലുണ്ട്. സെബാസ്റ്റ്യൻ വൈറ്റൽ ഫോർമുല 1 കാറോട്ടം, മൈക്കൽ ഷൂമാർക്കർ ഫോർമുല 1 കാറോട്ടം. ഇത്രയും നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തത് ഒരു 9 ടെന്നീസ് താരങ്ങളെ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 9 പേരുടെ പേര് ആദ്യം കേട്ടിരിക്കുക. സാനിയ മിർസ, ആൻഡി മുറെ, സെറീന വില്യംസ്. സാനിയ മിർസ, ആൻഡി മുറെ, സെറീന വില്യംസ്, സ്റ്റെഫി ഗ്രാഫ്, നൊവാക് ജോക്കോവിച്ച്, മരിയ ഷറപ്പോവ, പീറ്റ് സാംപ്രസ്, റാഫേൽ നദാൽ, റോജർ ഫെഡറർ. ഇത്രയാണ് 9 ടെന്നീസ് താരങ്ങൾ. ഇവരുടെ കായിക ഇനം ഏതാണ്? ടെന്നീസാണ്. ഇത് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. ഒരു ചെറിയൊരു കഥ. സാനിയയുടെ ആൻറ്റി ആയിരുന്നു സെറീന. സാനിയയുടെ ആൻറ്റി ആയിരുന്നു സെറീന. ഈ സെറീനയ്ക്ക് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ വയ്യ? നടക്കാൻ വയ്യ. സ്റ്റെപ്പിൽ നടക്കാൻ വയ്യ. അപ്പോൾ മരിയ സർപ്രൈസ് ആയിട്ട് 10 റാഫേൽ റോക്കറ്റ് വാങ്ങിക്കൊടുത്തു. ഇതാണ് ഒരു കഥ. ഇത് ചെറിയൊരു സംഭവം. അപ്പോൾ
ആരുടെയായിരുന്നു? സാനിയയുടെ ആൻറ്റി ആയിരുന്നു സെറീന. സെറീനയ്ക്ക് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ വയ്യ? നടക്കാൻ വയ്യ. അപ്പം മരിയ സർപ്രൈസ് ആയിട്ട് 10 റാഫേൽ റോക്കറ്റ് വാങ്ങിക്കൊടുത്തു. ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. സാനിയ, സാനിയ മിർസ. ആൻറ്റി മുറേ. സെറീന, സെറീന വില്യംസ്. ഒരുമിച്ച് കിട്ടിയില്ലേ? അപ്പോൾ സാനിയുടെ ആൻറ്റി ആയിരുന്നു സെറീന, സാനിയ മിർസ, ആൻറ്റി മുറേ, സെറീന വില്യംസ്. ഇനി സ്റ്റെപ്പിൽ നടക്കാൻ വയ്യ. സ്റ്റെപ്പ് എന്നുള്ളത് സ്റ്റെഫിയിലേക്ക് കണക്ട് ചെയ്യുക. സ്റ്റെഫി ഗ്രാഫ്. നടക്കാൻ വയ്യ, നോ വാക്ക്. നോ വാക്ക് എന്നുള്ളതാണ് നൊവാക് ദോക്കോവിച്ച്. നടക്കാൻ വയ്യ. അവർ രണ്ടുപേരും കിട്ടി. മരിയ, മരിയ ഷറപ്പോവ. സർപ്രൈസ് ആയിട്ട് പീറ്റ് സാംബ്രസ്. സർപ്രൈസ് എന്നുള്ളത് സാംബ്രസിലേക്ക് കണക്ട് ചെയ്യുക. 10 എന്നുള്ളത് ടെന്നീസ് താരങ്ങളാണ്. അപ്പോൾ 10 എന്നുള്ളത് എന്താണ്? ടെന്നീസ് താരങ്ങളാണ്. 10 എന്താണ് വാങ്ങിക്കൊടുത്തത്? റാഫേൽ റോക്കറ്റ് ആണ് വാങ്ങിക്കൊടുത്തത്. റാഫേൽ നദാൽ. റോക്കറ്റ് റോജർ ഫെഡറർ. അത്രയേ ഉള്ളൂ. 9 പേരെയും പഠിച്ചു. അപ്പോൾ സാനിയയുടെ ആൻറ്റി ആയിരുന്നു സെറീന. സെറീനയ്ക്ക് സ്റ്റെപ്പിൽ നടക്കാൻ വയ്യ, അതുകൊണ്ട് മരിയ എന്ത് ചെയ്തു? സർപ്രൈസ് ആയിട്ട് 10 റാഫേൽ റോക്കറ്റ് വാങ്ങിക്കൊടുത്തു. ഇവരെല്ലാവരും ടെന്നീസ് താരങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട കായിക താരങ്ങളും അവരുടെ കായിക ഇനങ്ങളും നമ്മൾ കോഡിലൂടെ തന്നെ ഈസി ആയിട്ട് പഠിച്ചെടുത്തു. ഓക്കെ, കോഡ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്